PPD@PS വേൾഡിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങൾ വേർതിരിക്കൽ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഫ്രം മിക്സ്ചേഴ്സ് അതിൻ്റെ 2 എണ്ണം ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും സ്വേദനവും ആംശിക സ്വേദനവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇന്ന് നിങ്ങൾ നോക്കൂ, മണ്ണെണ്ണയും ജലവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഈ 2 ഘടകങ്ങളെ നമുക്ക് വേർതിരിക്കണം. എ മിക്സ്ചർ ഓഫ് കെറോസിൻ ആൻഡ് വാട്ടർ. ഹൗ ക്യാൻ വി സെപ്പറേറ്റ് കെറോസിൻ ആൻഡ് വാട്ടർ ഫ്രം ദിസ് മിക്സ്ചർ? നിങ്ങൾ തന്നെ ആലോചിച്ചു പറ, എന്താ ഈ 2 ലിക്വിഡ്സിൻ്റെ പ്രത്യേകത? മണ്ണെണ്ണയും വെള്ളവും. വെള്ളത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? മണ്ണെണ്ണ മുകളിൽ നിൽക്കുമോ അതോ വെള്ളം മുകളിലും മണ്ണെണ്ണ അടിയിൽ നിൽക്കുമോ? യെസ്, നോ ഡൗട്ട്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഗ്യാസ് ജാറിൽ വെള്ളവും മണ്ണെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ മുകൾ ഭാഗത്ത് കെറോസിനായിരിക്കും, മണ്ണെണ്ണ. വെള്ളത്തിൻ്റെ മുകളിൽ മണ്ണെണ്ണ ഉണ്ടാവും, താഴെ വാട്ടർ, ജലം അടിയിലും മണ്ണെണ്ണ മുകളിലുമായിട്ട് നിൽക്കും. എന്തേ മണ്ണെണ്ണ മുകളിൽ നിൽക്കുന്നത്? വൈ? യെസ്, മണ്ണെണ്ണക്ക് ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത കുറവാണ്, ഭാരം കുറവാണ് വെള്ളത്തിനേക്കാളും. ഒരേ വലുപ്പമുള്ള 2 പാത്രം, ഒരേ വലുപ്പമുള്ള ബോട്ടിൽ, വാട്ടർ ബോട്ടിലെടുത്തോളൂ. ഒരേ വലുപ്പം, 1 ലിറ്ററിൻ്റെ ബോട്ടിൽ 2 എണ്ണം എടുക്കുക. ഒന്നിൽ നിറയെ വെള്ളം ഒഴിക്കുക, ഒന്നിൽ നിറയെ മണ്ണെണ്ണ ഒഴിക്കുക. എന്നിട്ട് 2 തൂക്കി വയ്ക്കുകയാണ്. വെള്ളം എടുത്ത ബോട്ടിലിനായിരിക്കും തൂക്കം കൂടുതൽ. എന്തേ? മണ്ണെണ്ണക്ക് ഡെൻസിറ്റി കുറവാണ്, ഭാരം കുറവാണ്, സാന്ദ്രത കുറവാണ്. അപ്പോൾ വെള്ളത്തെ അപേക്ഷിച്ച് മണ്ണെണ്ണക്ക് സാന്ദ്രത കുറവാണ്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ലെസ് ദാൻ വാട്ടർ. സോ കെറോസിൻ വിൽ ബി അറ്റ് ദ ടോപ്പ് ഓഫ് ദി വാട്ടർ. വാട്ടറിൻ്റെ മുകളിലാണ് നിൽക്കുക മണ്ണെണ്ണ. ഡെൻസിറ്റി കുറവുള്ളതൊക്കെ, സാന്ദ്രത കുറവുള്ളത് മുകൾക്ക് പോകുന്ന. അന്തരീക്ഷത്തിൽ തന്നെ അറ്റ്മോസ്ഫിയറിൽ തന്നെ അങ്ങനെയാണ്. ഭാരം ഏറ്റവും കൂടുതൽ ഗ്യാസ് അടിയിലേക്കാരം. മുകൾക്ക് പോകുമ്പോൾ സാന്ദ്രത വെയിറ്റ് കുറഞ്ഞ ഭാരങ്ങൾ ഉണ്ടാവുക. ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ മുകളിലുണ്ടാവുക. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഹൈഡ്രജനൊക്കെ ഉണ്ടാവുക. ഡെൻസിറ്റി ഏറ്റവും കുറവാണ്, സാന്ദ്രത കുറവുള്ള ഗ്യാസാണ്. അപ്പോൾ വെള്ളം അടിയിലും മണ്ണെണ്ണ മുകളിൽ നിൽക്കാനുള്ള കാരണം എന്താണ്? വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ് മണ്ണെണ്ണക്ക്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈസ് ലെസ് ദാൻ വാട്ടർ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് വേർതിരിക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? നമ്മളെ ലബോറട്ടറിയിൽ സെപ്പറേറ്റിംഗ് ഫണൽ എന്നൊരു ഫണലുണ്ട്. ആ ഫണലിൻ്റെ പേര് തന്നെ സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റ് ചെയ്യാൻ, വേർതിരിക്കുക എന്നാണ്. ഇങ്ങനെ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നൊരു ഫണലാണത്, സെപ്പറേറ്റിംഗ് ഫണൽ. അതിൻ്റെ ആകൃതി ഏകദേശം ഇങ്ങനെയാണ്. നോക്കാം, ഇങ്ങനൊരു ഫണലാണത്. ഇതാണ്. ഇവിടെ ഒരു വാൽവ് ഉണ്ട്, ഒരു ടാപ്പ് ഉണ്ട്, ടാപ്പ് പോലെ സാധനം. ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. അപ്പം മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം ഈ സെപ്പറേറ്റിംഗ് ഫണലിൽ എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം അടിയിൽ എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇവിടെ കെറോസിൻ അല്ലേ, മണ്ണെണ്ണ മുകളിലും വാട്ടർ അടിയിലും ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഈ സെപ്പറേറ്റിംഗ് ഫണലിൽ ഈ മിക്സർ എടുത്തിട്ട് ഈ അടിയത്തെ ടാപ്പ് തുറക്കുക. ടാപ്പ് തുറന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുക? ഒരു ജാറോ ബീക്കറോ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അടിയിലെ വെള്ളം ഇതിലേക്ക് ഒഴുകി വരും. അങ്ങനെ ഈ ജാറിൽ വന്ന് നിറയുന്നത് ഏതായിരിക്കും? വെള്ളമായിരിക്കും. അങ്ങനെ അത് ഒഴുകി വന്ന് മണ്ണെണ്ണ ഇവിടെ എത്തുമ്പം വെള്ളം മുഴുവൻ ഒഴുകി താഴെ പോയി. ഇനി മണ്ണെണ്ണ മാത്രം ഇവിടെ എത്തുകയാണ്. മണ്ണെണ്ണ ഇവിടെ എത്തുമ്പോൾ ഈ ടാപ്പാണ് പൂട്ടി കൊടുത്താൽ മതി. ഈ ടാപ്പ് പൂട്ടുമ്പോൾ ഇവിടെ മണ്ണെണ്ണ, അടിയിൽ വെള്ളമായി. ഇത് 2 വേർതിരിച്ചു. ഇങ്ങനെ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള, പരസ്പരം കൂടിക്കലരാത്ത 2 ദ്രാവകങ്ങൾ ചേർന്ന മിശ്രിതമാണെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ.
മറക്കണ്ട, സെപ്പറേറ്റിംഗ് ഫണൽ. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ എന്താണ്? പരസ്പരം കൂടിക്കലരാത്ത രണ്ട് ദ്രാവകങ്ങളെ, ടു മിക്സ്ചേഴ്സ്, they do not mix together because of the difference in density. സാന്ദ്രതയിൽ വ്യത്യാസമുള്ള രണ്ട് ലിക്വിഡ്സ്, രണ്ട് ദ്രാവകങ്ങൾ പരസ്പരം കൂടിക്കലരൂല. Two liquids having difference in density cannot mix together. The lower density, the liquid having lower density will be at the top of the mixture, and the higher density liquid will be at the bottom of the mixture. അടിയിൽ ഡെൻസിറ്റി കൂടിയതും മുകളിൽ ഡെൻസിറ്റി കുറഞ്ഞതുമായ സാന്ദ്രത കൂടിയ വെള്ളം അടിയിലും സാന്ദ്രത കുറഞ്ഞ മണ്ണെണ്ണ മുകളിൽ നിൽക്കും. അപ്പോൾ ഈ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. അപ്പോൾ പരസ്പരം കൂടി കലരാക്കാൻ എന്താ കാരണം? മണ്ണെണ്ണയും വെള്ളവും തമ്മിൽ കൂടി കലരുന്നില്ല. എന്തുകൊണ്ട്? രണ്ടിനും സാന്ദ്രത വ്യത്യസ്തമായതുകൊണ്ട്. സാന്ദ്രത വ്യത്യസ്തമാവുമ്പോൾ കൂടിക്കലരാൻ കഴിയില്ല. അപ്പോൾ അവ ഒന്ന് മുകളിലൊന്ന് അടിയിലേറ്റ് നിൽക്കും. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ ഉപയോഗം എന്താ? പരസ്പരം കൂടിക്കലരാത്ത സാന്ദ്രതയിൽ വ്യത്യാസമുള്ള രണ്ട് ദ്രാവകങ്ങൾ ചേർന്നുണ്ടായ മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നു. Two liquids having different densities cannot mix together. The two liquids from that mixture can be separated by using separating funnel. Correct? Clear അല്ലേ എല്ലാവർക്കും? Yes. ഇനി അതുപോലെ മറ്റൊരു കോമ്പൗണ്ട് നമുക്കൊന്ന് എടുക്കാം, മറ്റൊരു മിക്സ്ചർ എടുക്കുക. മണ്ണെണ്ണയും വെള്ളവും എങ്ങനെ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തൈര് കണ്ടിട്ടുണ്ട് അല്ലേ? കേട്, CURD, കേട്, തൈരിൽ എന്തുണ്ട്? മോരുണ്ട്, വെണ്ണയുമുണ്ട് അല്ലേ? തൈരിനെ കടഞ്ഞ് അതിൽ നിന്നും വെണ്ണ നമുക്ക് വേർതിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ മോര് ബാലൻസ് കിട്ടും നമുക്ക്. പണ്ടൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ചക്രം, ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ തൈരിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് ആ തിരിച്ചലിൻ്റെ ഊക്ക് കൊണ്ട് എന്ത് ചെയ്യും? അത് വെണ്ണ ബട്ടർ അല്ലേ? ബട്ടർ വേർതിരിയും. അപ്പോൾ കേടുന്ന് ബട്ടർ വേർതിരിക്കുന്നൊരു പ്രോസസ്സുണ്ട്. ഈ കേടുന്ന് തൈരിന്ന് ബട്ടർ വെണ്ണ വേർതിരിക്കാൻ വേണ്ടി, തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്നത് പോലെ പല സാധനങ്ങളും മിക്സറും ഇതുപോലെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. എന്തുകൊണ്ട് തൈരിന്ന് വെണ്ണ വേർതിരിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധിക്കുന്നു എന്നും കൂടെ പറഞ്ഞുതരാം. ഇതിൽ വെണ്ണ എന്ന് പറഞ്ഞ സാധനം ഡെൻസിറ്റി കുറവാണ്, ഭാരം കുറവാണ്. പക്ഷെ അത് മോരിൽ കലർന്നാ കിടക്കണത്, ഭാരം കുറവാണ്. അപ്പം ഈ മിക്സ്ചറിൽ മോരുണ്ട്, വെണ്ണയുണ്ട്. വെണ്ണ ഭാരം കുറവാണ്, മോര് ഭാരം കൂടുതലാണ്. അപ്പോൾ ഭാരത്തിൽ വ്യത്യാസമുള്ള കണികകൾ കൂടിക്കലർന്ന ഒരു മിക്സ്ചറാണെങ്കിൽ, ഭാരവ്യത്യാസമുള്ള കണികകൾ കൂടിക്കലർന്ന മിക്സ്ചറാണെങ്കിൽ, ഭാരവ്യത്യാസമുള്ള വെയ്റ്റ്, ഇഫ് there are difference in weight of the particles in a mixture, they can be separated by using, ആ ഉപകരണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആ പ്രോസസ്സിന് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയും. സെൻട്രിഫ്യൂഗേഷൻ ഇംഗ്ലീഷിലും അതന്നെ എഴുതിയാൽ മതി, സെൻട്രിഫ്യൂഗേഷൻ. ഇതിനുപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സെൻട്രിഫ്യൂജ്. മലയാളത്തിൽ സെൻട്രിഫ്യൂജ് എന്ന് എഴുതാം. സെൻട്രിഫ്യൂജ് എന്താണ്? സെൻട്രിഫ്യൂജ് എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരച്ച് കൈയും പോലെ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ രണ്ടറ്റത്ത് ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതൊരു ഹോളാണ്. ഈ ഹോളിലൊരു ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും.
ഇവിടെയും ഒരു ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു സെൻട്രിഫ്യൂജാണ്. ഇവിടെ ഒരു ലിവർ ഉണ്ടാവും, ഒരു സാധനം ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാരത്തിൽ വ്യത്യാസമുള്ള ഒരു മിശ്രിതത്തിലെടുക്കുക. ഇപ്പം തൈര് തന്നെ ആയിക്കോട്ടെ, നമ്മൾ തൈര് ഇതിലെടുത്തു വിചാരിക്കുക. ഈ 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ തൈരെടുത്തു. ഇത് ടെസ്റ്റ് ട്യൂബ് ഇടാനൊരു സാധനം ഉണ്ടാവും കേട്ടോ, അതൊരു കവർ ഉണ്ടാവും. ഇതിൽ ഇങ്ങനെ ഒരു കവർ ഉണ്ടാവും. ഈ കവറിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ഇട്ട് വെക്കുക. ടെസ്റ്റ് ട്യൂബ് കുറച്ച് നീളം ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബ് ഇടാൻ, ടെസ്റ്റ് ട്യൂബിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ഒരു കവർ ഇതിന് ചുറ്റും ഉണ്ടാവും. അങ്ങനെ കവർ ഉണ്ടാവും. ഓക്കെ. ഇനി ഈ തൈര് നമ്മളിതിലെടുത്തു, എന്നിട്ട് ഈ ലിവർ പിടിച്ചത് ഇങ്ങനെ തിരിക്കുക. ഇവിടെ ലിവർ ഉണ്ടാവും, കൈ പിടിക്കുക. അത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പം ഈ ടെസ്റ്റ് ട്യൂബ് ഇങ്ങോട്ട് നിവർന്ന് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കറങ്ങും. മനസ്സിലായോ? ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇതിങ്ങനെ കറങ്ങുമ്പം തീർച്ചയായിട്ടും ഇതിൽ വെയിറ്റ് കൂടിയ, ഭാരം കൂടിയ കണികകളൊക്കെ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലേക്ക് അടിഞ്ഞ് കിടക്കും. ഭാരം കുറഞ്ഞത് മുകളിൽ പൊങ്ങി കിടക്കും, വെയിറ്റ് കുറഞ്ഞത് മുകളിൽ പൊങ്ങി കിടക്കും, വെയിറ്റ് കൂടിയതൊക്കെ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ അടിഞ്ഞ് കിടക്കും. അപ്പോൾ ഇത് പറഞ്ഞാൽ വെണ്ണ മുകളിലുണ്ടാവും, മോരടിയിലുണ്ടാവും. വെണ്ണ മാത്രം മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ ചളിവെള്ളം അല്ലെങ്കിൽ ചോക്ക് പൊടി, ചോക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് തിരിച്ചു നോക്കുക. തിരിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ചോക്ക് അല്ലെങ്കിൽ ചളി, മണ്ണിന് വെള്ളത്തേക്കാളും ഭാരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്പീഡിൽ കറക്കുമ്പം ഈ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങുമ്പം എന്ത് സംഭവിക്കുമെന്നറിയോ? വെള്ളത്തിലുള്ള മൺതരികളൊക്കെ ഭാരം കൂടുതലായതുകൊണ്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കും, മുകളിൽ തെളിഞ്ഞ വെള്ളം ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ ഭാരവ്യത്യാസമുള്ള വസ്തുക്കളുടെ കണികകൾ കലർന്ന മിശ്രിതമാണെങ്കിൽ സെൻട്രിഫ്യൂജ് ഉപയോഗിച്ച് വേർതിരിക്കാം. സെൻട്രിഫ്യൂജ് ഉപകരണത്തിൻ്റെ പേര് മറക്കണ്ട. ഇപ്പം 2 ഉപകരണം നമ്മൾ പഠിച്ചു. ഒന്ന് സെപ്പറേറ്റിംഗ് ഫണൽ, മറ്റത് സെൻട്രിഫ്യൂജ്. പറഞ്ഞു പഠിക്കണം. സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഭാരവ്യത്യാസമുള്ള വസ്തുക്കളുടെ കണികകൾ കലർന്ന മിശ്രിതമാണെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സെൻട്രിഫ്യൂജ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഇതുപയോഗിക്കാം. മണ്ണ് കലർന്ന ചളിവെള്ളം, അതിൽ നിന്നും ശുദ്ധമായ വെള്ളവും മണ്ണ് ഒഴിവാക്കി രണ്ടും 2 ഘടകങ്ങളാക്കി മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കാം. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ വഴി ഈ രീതിയിൽ നമുക്ക് മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. അതിനുപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് സെൻട്രിഫ്യൂജ്. ഇങ്ങനെ ഘടകങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയുടെ പേര് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ പഠിച്ചു, സെൻട്രിഫ്യൂജ് പഠിച്ചു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത് ചെറിയ ഒരു സംഭവം കൂടെ ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കറുത്ത മഷിയിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് എങ്ങനെ? ബ്ലാക്ക് ഇങ്ക്. കറുപ്പ് എന്നത് ഒരു മഷിയല്ല, അതിൽ പല വർണ്ണങ്ങളും കൂടി കലർന്നിട്ടാണ് ബ്ലാക്ക് ഉണ്ടാവുന്നതെന്നാണ്. നോക്കാം ഏതൊക്കെ വർണ്ണങ്ങളാണ് ബ്ലാക്കിലുള്ളതെന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് അതിന് പറയാം. കറുത്ത മഷിയിലെ ഘടകങ്ങൾ നമ്മൾ വേർതിരിക്കാൻ പോവാണ്. നോക്കുക, ഒരു ന്യൂസ് പ്രിൻ്റ് പേപ്പറിൻ്റെ ഒരു കഷ്ണമാണത്. ഈ ന്യൂസ് പ്രിൻ്റ് പേപ്പറിൻ്റെ കഷ്ണത്തിൽ കറുത്ത മഷി കൊണ്ട് നമ്മളൊരു ഡോട്ട് ഇടുക. ഇവിടെ ഉണ്ടോ? ഞാൻ ഇടുന്നത് പോലെ ഒരു ഡോട്ട് ഇടുക. ബ്ലാക്ക് ഇങ്ക് ആണ് ഇത്, സ്കെച്ച് പെനാണ്, ഇതുകൊണ്ട് തന്നെ ഇടണം ബ്ലാക്ക് ഇങ്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പെൻസിൽ എടുക്കുക. ആ പെൻസിൽ കൊണ്ടൊരു ഹോൾ ഇട്ടിട്ട് പേപ്പർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് വെള്ളത്തിൽ മുക്കി വെക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഈ പേപ്പർ മഷി വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല, അത് വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ മുക്കി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? പേപ്പർ വെള്ളത്തെ
ആഗിരണം ചെയ്യും, അബ്സോർബ് ചെയ്യും. പേപ്പർ വിൽ അബ്സോർബ് വാട്ടർ പാർട്ടിക്കിൾസ്. അങ്ങനെ വെള്ളം പേപ്പറിൻ്റെ മോൾക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കും. നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടല്ലോ കുട്ടികൾ, നോക്കുക. പേപ്പർ ക്രോമാറ്റോഗ്രാഫിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ മുക്കുമ്പോൾ വെള്ളം പേപ്പറിലൂടെ മുകളിലേക്ക് കയറി പോവാണ്. ഇങ്ങനെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ മഷിയിലെ ഘടകങ്ങളും അതിൻ്റെ കൂടെ മുകളിലേക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇതിൽ നോക്കുക നിങ്ങൾ, ഏറ്റവും മുകളിൽ ഇപ്പോൾ എത്തിയത് ഇപ്പോൾ ഏതാ നോക്കുക നിങ്ങൾ, ഗ്രീൻ അല്ലേ നോക്കുക അല്ലേ? ഏറ്റവും താഴെ ഏതാ? ബ്ലൂ ആണ്. സെൻട്രലായിട്ട് ഏകദേശം റെഡ് കളറാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കറുത്ത മഷിയിലുള്ള ബ്ലൂ കളർ ഏറ്റവും അടിയിലും, റെഡ് അതിൻ്റെ ഏകദേശം അതിൻ്റെ തൊട്ട് മുകളിലും, ഗ്രീൻ ഏറ്റവും മുകളിലായിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനെ 3 കളറും 3 സ്ഥലത്തേക്ക് മാറി. എന്തിങ്ങനെ മാറാൻ കാരണം? എന്തേ ബ്ലൂ അതിൻ്റെ കൂടെ മുകൾക്ക് പോയില്ല? അപ്പോൾ ഇതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ. അതിശോഷണം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൽ കറുത്ത മഷി ഡോട്ട് ഇട്ടപ്പം ഈ കറുത്ത മഷിയിലെ ബ്ലൂ കളറും നീല കളറും അതേപോലെ റെഡും അതിൻ്റെ ഗ്രീൻ കളർ, ഇത് 3ഉം പേപ്പർ വലിച്ചെടുത്തു. അഡ്സോർബ് ചെയ്യാന്നതിന് പറയാം. വലിച്ചെടുക്കണതിന് എന്താ പറയുക? അഡ്സോർബ് ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും നന്നായി അഡ്സോർബ് ചെയ്യപ്പെട്ടത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ ശക്തമായി അവിടെ പിടിച്ചു വെക്കും. ഇപ്പോൾ ബ്ലൂ വെള്ളത്തിൻ്റെ കൂടെ മുകളിലേക്ക് നീങ്ങൂല. എന്നാൽ ഗ്രീൻ കളറിന് റെഡ് കളറിന് ബ്ലൂവിനേക്കാളും അഡ്സോർപ്ഷൻ കുറവാണ്. അതിശോഷണം എന്ന് പറയുക. അതിശോഷണം കുറവാണ്. അതിശോഷണം കുറവുള്ള റെഡ് കുറച്ചുകൂടി മോൾക്ക് വെള്ളത്തിൻ്റെ കൂടെ നീങ്ങാനുള്ള കഴിവുണ്ടാവും. എന്നാൽ അതിശോഷണം ഏറ്റവും കുറവ് ഗ്രീൻ ആണ്. അത് ഏറ്റവും മുകളിലേക്ക് പോകും. അപ്പം കറുത്ത മഷിയിലുള്ള ഓരോ ഘടകവർണ്ണങ്ങൾക്കും അതിശോഷണത്തിനുള്ള കഴിവ് വ്യത്യസ്തമാണ്. അഡ്സോർപ്ഷൻ കപ്പാസിറ്റി ഈസ് ഡിഫറൻറ്റ്. അതുകൊണ്ടാണ് ഈ ഘടകങ്ങൾ 3ഉം വേർതിരിഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കറുത്ത മഷിയിലെ ഘടകങ്ങൾ വേർതിരിഞ്ഞു? ഓരോ വർണ്ണങ്ങൾക്കും അതിശോഷണത്തിൻ്റെ നിരക്ക് വ്യത്യസ്തമാണ്. ദ അഡ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് ഈച്ച് കളേഴ്സ് ആർ ഡിഫറൻറ്റ്. അതുകൊണ്ടാണ് ഇവ 3ഉം വേർതിരിഞ്ഞത്. ശ്രദ്ധിക്കണം, ഇതാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി. അപ്പോൾ ക്രോമാറ്റോഗ്രാഫി എന്ന പ്രക്രിയ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറുത്ത മഷിയിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഇപ്പം ഇന്ന് പഠിച്ച 3 കാര്യങ്ങൾ അത് നോട്ടാക്കണം. 3 എണ്ണം. ഒന്ന്, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാൻ സെപ്പറേറ്റിംഗ് ഫണൽ. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് അല്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പോൾ കറുത്ത മഷിയിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് പേപ്പർ ക്രോമാറ്റോഗ്രാഫി. ഈ 3 എണ്ണം നന്നായി പഠിക്കുക, അത് നോട്ടാക്കുക. അങ്ങനെ നല്ല കുട്ടികളായി ഉഷാറായിട്ട് പഠിക്കണം എന്ന് അറിയിക്കുകയാണ്. നോട്ടാക്കാൻ ആരും മറക്കരുത്. പുസ്തകം വായിച്ചു നോക്കിയിട്ട് ഈ ഭാഗങ്ങൾ നോട്ടാക്കി നിങ്ങൾ മാറ്റണം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത മറ്റു കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി അതിൻ്റെ ബാക്കി വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം പഠിക്കാൻ കഴിയട്ടെ. ഈ വർഷം 8ാം ക്ലാസ്സിൽ കുട്ടികളാണ്. സ്കൂളിലേക്ക് വരാനോ ടീച്ചേഴ്സിനെ കാണാനോ നിങ്ങൾക്ക് ഓരോ വിഷയം എടുക്കുന്ന ടീച്ചേഴ്സ് ആരാണെന്നൊന്നും കാണാനും അറിയാനുള്ള ആകാംക്ഷകൾ കൂടുതലുണ്ട്. അതൊന്നും കഴിയാത്ത കുട്ടികളാണ്. ഏതായാലും മക്കളെ, നിങ്ങൾ നന്നായി പഠിക്കുക. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.